ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു കണ്ണെഴുതുന്ന വീഡിയോ ആണ്. ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇത്. അപ്പോൾ മെബിലൈൻ്റെ പ്രൊഡക്റ്റ്സ് ആയ കൊളോസൽ കാജൽ, ബോൾഡ് ലൈനർ, വാട്ടർ പ്രൂഫ് മസ്കാര ഇതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചതുള്ളതുകൊണ്ട് ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ഒരു കണ്ണ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമേ പറയാം, ഞാനൊരു എന്താ പറയുക, എക്സ്പേർട്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഡെയിലി അല്ലെങ്കിൽ ഞാൻ പുറത്തെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സും പിന്നെ ഞാൻ ചെയ്യുന്ന സ്റ്റൈലും ഞാൻ എങ്ങനെയാണ് കണ്ണെഴുതുന്നത് അതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കണ്ണെഴുതാൻ. അപ്പോൾ ഇതിലെന്താ ഇത്ര കാണാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് എൻ്റെ സ്റ്റൈൽ, ഞാൻ എഴുതുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ കുറച്ച് കുഞ്ഞു ടിപ്സുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ താഴെ കാജൽ വെച്ചിട്ട് കണ്ണ് എഴുതുന്നുണ്ട്. താഴത്തെ വാട്ടർ ലൈന് മാത്രമല്ല, മേലെയും എപ്പോഴും ഏത് കാജൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐസ് എഴുതുമ്പോഴും മേലെയും കൂടി ഉൾപ്പെടുത്തണം. എന്നാൽ കണ്ണ് കാണാൻ പ്രത്യേക ഭംഗിയാണ്, ഒരു ഷൈനിങ് ഉണ്ടാവും. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. റീസെൻ്റ്ലി 3 മാസമേ ആയിട്ടുള്ളൂ ഞാൻ ഈ മെബിലൈൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു കോംബോ ഓഫറിൽ കിട്ടിയതാണ്, ഐലൈനറും കാജലും മസ്കാരയും. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പ്രൂഫാണ്, കണ്ണിൽ നിന്ന് കളയാൻ കുറച്ച് പാടാണ്, വെള്ളം കൊണ്ടൊന്നും പോവില്ല മസ്കാര. ആ ഒരു നെഗറ്റീവ് എന്ന് പറയാനില്ല, വാട്ടർ പ്രൂഫാണ്, അങ്ങനെ തന്നെയാണ് ഉണ്ടാവാൻ. ബട്ട് എല്ലാ ദിവസവും നമ്മളത് ഇട്ടാൽ കണ്ണിൻ്റെ പീലിക്ക് ഡാമേജ് ആവും. അപ്പോൾ ഞാൻ കരിമിശയെല്ലാം കളയാറ് സാധാരണ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും. അപ്പോൾ ഞാൻ കണ്ണ് കാജൽ വെച്ച് എഴുതിക്കഴിഞ്ഞ് ഇനി മേലെ ഐലൈനർ വെച്ച് വരയുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് ഞാനിങ്ങനെ ഐലൈനറെല്ലാം ഇടുന്നത്. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ട് ഫസ്റ്റ് ടൈം ആയിട്ടുണ്ട്. സൈഡിൽ കണ്ണാടി നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്നാലോ കണ്ണാടി നോക്കുമ്പോൾ ചില ടൈമിൽ വീഡിയോയിൽ ഷൂട്ടാവുന്നുമില്ല. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എഴുതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ അന്ന് കുറച്ച് ബുദ്ധിമുട്ടിയത്, ലെഫ്റ്റ് സൈഡിൽ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഈ സ്കാർഫെല്ലാം ചുറ്റിയിട്ടും പിന്നെ വീഡിയോയിലെ ക്യാമറയിലും നോക്കിയിട്ട് എഴുതുന്ന അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും, ഇനിയിപ്പോൾ അത് ശീലമാവണം, അങ്ങനെ ലെവലായി വരുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സെൻറ്ററിൽ വരച്ചിട്ട് പിന്നെ സൈഡിലേക്കും ഇന്നർ കോർണറിലേക്കും കണക്ട് ചെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് വരയ്ക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ വരക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ അധികവും ഇങ്ങനെ തന്നെയാണ് മേലെ കണ്ണെഴുതാറ്. അധികവും ഞാൻ താഴെ കാജൽ മാത്രമാണ് ഇടൽ. പിന്നെ എന്തെങ്കിലും ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവും മാത്രമേ രണ്ട് ഭാഗത്തും കണ്ണ് എഴുതാറുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാം, ഫസ്റ്റ് ടൈമാണ്, ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. എന്നാലും എങ്ങനെ സംസാരിക്കേണ്ടതെന്നോ എങ്ങനെ വീഡിയോ എടുക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു ഇഷ്ടം കൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നത്. ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ക്ഷമിച്ച് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ കണ്ണ് നന്നായിട്ട് എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. അതേപോലെ മറ്റേ കണ്ണും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. സ്കാർഫെല്ലാം ചുറ്റി ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കണ്ണ് മാത്രം എഴുതിയിട്ട് കാണിക്കുക എന്നാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈമുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ക്യാമറ നോക്കി എനിക്ക് ശരിയാകാത്തത് കൊണ്ടും ഞാൻ രണ്ടാമത്തെ കണ്ണ് ഇതൊന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ഷോർട്സ് വീഡിയോ ആയിട്ടാണ് ആദ്യം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര സ്പീഡായിട്ടാണ്, അതിലങ്ങനെ ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എത്ര കട്ടിക്ക് കണ്ണ് എഴുതിയാലും എനിക്ക് വേഗം പെട്ടെന്ന് മായ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാനത് കണ്ണ് ക്ലിയർ ചെയ്യൽ. ഇപ്പം പറഞ്ഞ പോലെ മസ്കാര എല്ലാം വാട്ടർ പ്രൂഫാണ്. അപ്പോൾ അത് ഡെയിലി ഇടുമ്പോൾ കണ്ണിന് ഡാമേജ് ആവും, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സാധനം ഉപയോഗിക്കലുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം.
അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് മാത്രമല്ല, ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുള്ള ആളോ അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളോ അല്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഐലൈനർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കാണിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്, ഫസ്റ്റ് വീഡിയോ ആണ്, ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. എല്ലാവരും ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യുക. എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും കമൻസിലൂടെ അറിയിക്കാം. അപ്പോൾ ഞാൻ മസ്കാര ഇടുന്നുണ്ട്. ഇങ്ങനെയാണോ മസ്കാര ഇടുക എന്നൊന്നും എനിക്കറിയില്ല. ഞാനങ്ങനെ പ്രൊഫഷണലായിട്ട് ഇടുന്ന ആളുമല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റീസെൻ്റ്ലി ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. റീസെൻ്റ്ലി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇടാൻ അറിയാവുന്നവർ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു മസ്കാരയാണ്. നല്ല പീലികൾ വിടർന്ന് നിൽക്കും. നല്ല ഒരു എന്താ പറയുക, ഫേക്ക് ലാഷസ് വെക്കുന്ന അത്രയില്ലെങ്കിലും അതുപോലെ നിൽക്കുന്ന ഒരു മസ്കാരയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല, ഭംഗിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഐലൈനർ ചെയ്താലും കൺമഷി ചെയ്താലും ക്ലീൻ ചെയ്യാറ്. എല്ലാവർക്കും അഫോർഡബിളായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. വാസ്ലിന് 5 രൂപയ്ക്ക് വരെ നമുക്കിത് കിട്ടും. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തോന്നിയത് കണ്ണിൻ്റെ താഴെ ചുറ്റും കറുപ്പ് വരുന്ന പോലെയാണ് തോന്നിയത്. ഇതിപ്പോൾ ഞാൻ 2 കൊല്ലമായി ഉപയോഗിക്കുന്നത്, എനിക്കൊരു പ്രശ്നവും തോന്നിയിട്ടില്ല. ഞാൻ സാധാരണ തുണി വെച്ചിട്ടാണിത് ക്ലീൻ ചെയ്യാറ്. കുറച്ച് വാസ്ലിൻ കണ്ണിൻ്റെ മേലെ ആക്കിയിട്ട് ഫസ്റ്റ് ടൈം ആണ് വെച്ചിട്ട് ക്ലീൻ ചെയ്യും. ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ ഉപയോഗിച്ചത്. ഇതിപ്പം മേലേലും താഴെലും എല്ലാം എഴുതിയോണ്ട് അവിടെ എല്ലാം ആക്കണം. ഇല്ലെങ്കിൽ സാധാരണ ഞാൻ താഴെ മാത്രം പെട്ടെന്നല്ല എഴുതാറ്. എന്നിട്ട് ഞാൻ അവിടെ മാത്രം എനിക്ക് പെട്ടെന്ന് ക്ലീൻ ആവലുണ്ട്. ഇതിപ്പോൾ ഞാൻ മസ്കാരയിൽ ഇട്ടുകൊണ്ട് കുറച്ച് ഉള്ളിലേക്ക് കൂടിയിട്ടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് മസ്കാരയിലുള്ള കൺപീലികളിലുള്ള മസ്കാര പോകാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അധികം ഹാർഡായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചില സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്തുള്ള സ്കിന്ന് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, ഹൈജീനിക്കായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് വൃത്തിയുള്ള തുണിയോ ടിഷ്യോ എടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. കണ്ണിൻ്റെ ഉള്ളിലാവാതെ നോക്കണം. ഇതും എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റലുണ്ട് ഇതുകൊണ്ട്. അധികം ഹാർഡായിട്ട് ചെയ്യേണ്ട, കണ്ണിന് അങ്ങനെ പ്രശ്നമോ കണ്ണിന് ചുറ്റും കറുപ്പോ അങ്ങനെ ഒന്നും ഇതിലുണ്ടായിട്ടില്ല. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിക്ക് തന്നെ കൺമഷിയും ഐലൈനറും ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇത്ര സമയം എടുക്കുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുന്നതാണ്. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടും കൂടി കാണിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്നത്, കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ മറ്റേ കണ്ണും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ടിഷ്യൂവിൻ്റെ മുകളിൽ കുറച്ച് വാസലിനാക്കിയിട്ട് തുടച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കണ്ണിൻ്റെ മുകളിലാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കണ്ണ്. പിന്നെ ഓയിൽ കണ്ടൻറ്റ് ചെറുങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ മുഖം കഴുകിയാലോ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയാലോ അതൊന്ന് ക്ലീൻ ആവും. ഇപ്പോൾ ഞാനൊന്നും കഴുകിയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്ട്സ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.